നാഷണൽ സ്റ്റേഡിയത്തിലാണ്. പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു എക്സ്ക്ലൂസീവ് മാസാണ് ഞാൻ ഇവിടെ കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതാണ് ഗൈസ് ഇവിടുത്തെ തിരക്ക്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങി സെറങ്കൂണെത്തി. നമുക്ക് ട്രെയിൻ മാർഗം മാത്രമേ പോകത്തുള്ളൂ കേട്ടോ, മറ്റേ കാർ കൊണ്ടൊന്നും പോകത്തില്ല. പക്ഷെ എന്തൊരു തിരക്കാണോ ഇതിൻ്റെ പോന്നെ. ഇത് സ്റ്റേഡിയം എത്താറായിട്ടില്ല കേട്ടോ, ഇത് നോർമൽ തിരക്കാണ് ഇവിടുത്തെ. ഈ മഞ്ഞ ടീഷർട്ട് ഇട്ടവരുണ്ടല്ലോ, അവരൊക്കെ ഈ പരിപാടിക്ക് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ പറഞ്ഞേക്കുന്നത് വെള്ള അട്ടയർ അല്ലെങ്കിൽ മഞ്ഞ ടീഷർട്ട് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ടീഷർട്ടിലെ യൂണിറ്റി ഓഫ് ഹോപ്പ് എന്നുണ്ട്, അത് നമുക്ക് ഇവിടുത്തെ ഈ കാത്തലിക് പള്ളികളുടെ ഷോപ്പിൽ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും മേടിച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം ടീഷർട്ട് ഇട്ടാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ സെറങ്കോണാണ്. സെറങ്കോണിൽ നിന്ന് നമുക്ക് ഈ സ്റ്റേഡിയം എന്ന് പറഞ്ഞ സ്ഥലത്ത് വരണം. 15 മിനിറ്റാണ് എടുക്കുന്നത്. ഇവിടെ പായലേപുരം എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിൽ നോക്കി ഇവിടുത്തെ തിരക്ക് കണ്ടോ. ഈ വീഡിയോയ്ക്കകത്ത് മൊത്തം ആൾക്കാരുടെ തിരക്കുകൾ മാത്രമായിരിക്കില്ലേ കാണിക്കുന്നത്. ക്യൂ, നീണ്ട ക്യൂ എങ്ങനെയാണ് സിംഗപ്പൂർ ഹാൻഡ് ചെയ്യുന്നത് കാണിക്കുന്നത്. നമ്മൾ സ്റ്റേഡിയത്തിലെത്തി കേട്ടോ. സ്റ്റേഡിയം എംആർടിയിലെത്തി. ഇനി ഇവിടുന്ന് ഇറങ്ങി ഒന്ന് പോകുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇറങ്ങാം. അതുകൊണ്ട് ഈ ട്രെയിൻ എംറ്റി ആയി, എല്ലാവരും ഇവിടെ ഇറങ്ങി. അതാണ് പക്ഷേ എൻ്റെ അമ്മ ഇനി അത് ഇങ്ങോട്ടാണോ പോണ്ടേ? ഈ വഴിയാണ് പോയത്. ഇത് എങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗേറ്റ് 9 ആണ്. അപ്പം ഗേറ്റ് 9 ഒക്കെ നമ്മൾ ഈ എക്സിറ്റ് എടുത്താണ് പോകേണ്ടത്. എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. സിംഗപ്പൂരിൻ്റെ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള എല്ലാ ഇവൻറ്റ്സും ഭയങ്കര സക്സസ്ഫുൾ ആകുന്നത് അവരുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ബെനിഫിറ്റ് കാണുന്നതാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നേരെ നടന്നു പോകണം കേട്ടോ. ഇതൊരു സംഭവം കിട്ടി കേട്ടോ. അതായത് ഇതൊരു ജസ്റ്റ് ഒരു പ്രോഗ്രാം ഷീറ്റാണ് അവർ തന്നത്. ഇതുണ്ടോ 2:30 PM റോസറി, പിന്നെ 3:30 എല്ലാവരും ഓൾമോസ്റ്റ് ബി സീറ്റഡ്. 3:45 ഗേറ്റ് ക്ലോസ് ചെയ്യും. ഇതുണ്ടോ ഫുൾ പരിപാടികൾ നമുക്കിങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഇതുണ്ടോ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു ലേ ഔട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ? നല്ല വെൽ ഓർഗനൈസ്ഡ് ആണ് ഈ സംഭവം. നമ്മുടെ ഇവിടെ ഇത് ജസ്റ്റിനൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റിൻ്റെ പുതിയ ക്യാമറ. നിങ്ങളുടെ ഇത് ക്യാമറ ഏതാ? സോണി ZV ബാക്കി അറിയത്തില്ലേ? അടിപൊളി ക്യാമറ കേട്ടോ. നല്ല വെട്ടിപ്പോകാൻ ക്ലാരിറ്റി ആയിരിക്കും. നമ്മുടെ കുറച്ച് വീഡിയോസ് നമുക്ക് ഈ ക്യാമറയിൽ നമ്മൾ എടുത്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ് ഇതേ ഞാനിപ്പോൾ ഇങ്ങനെ നമ്മൾ ക്യൂ നിന്ന് പോവാണ് കേട്ടോ. ഒന്നുമില്ല, ഗോ വിത്ത് ദ ഫ്ലോ ആണ്. ഈ സ്റ്റേഡിയത്തിൽ ആക്ച്വലി ഉണ്ടല്ലോ 55,000 ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, നമ്മുടെ ഈയിടെ ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഒരു ഇവൻ്റ് ഒക്കെ നടന്നത് ഈ സ്റ്റേഡിയത്തിലാണ്. അടിപൊളി സ്റ്റേഡിയമാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രക്ചേർഡ് ഒക്കെയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് ഇനി നടക്കാൻ പോകുന്നത്, അവിടെ എങ്ങനെയാണ് ഈ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. അതാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ. അങ്ങനെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ നമ്മളിവിടെ സെക്യൂരിറ്റി ചെക്കിൻ്റെ സ്ഥലത്തെത്തി. നോക്കിയേ, ഇവിടെയാണ് കേട്ടോ. ഈ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കയറിപ്പോകാൻ. അയ്യോ, ഇത് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റിയാണ് ഇവിടെ. നമ്മുടെ എയർപോർട്ടിലൊക്കെ കാണുന്ന സെക്യൂരിറ്റി ഇല്ലേ, അതാണ് ഇവിടെ കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ. അയ്യോ, നല്ല വെയിലുണ്ട് കേട്ടോ. എനിക്ക് അടിപൊളി. സ്കൈ ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മളിത് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് കയറി. നമ്മളിനി അതാ ഗേറ്റ് 9 അല്ലേ, ഇത് ഗേറ്റ് 10, ഗേറ്റ് 9. നമുക്ക് പോകേണ്ടത് ഗേറ്റ് 9 ഇതാണ് സ്റ്റേഡിയം. നമുക്കിനി നേരെ എൻ്റെ അകത്തോട്ട് പോകാം. അയ്യോ, സ്റ്റെപ്പെല്ലാം കയറി മടുത്തു. വാവ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഡിയത്തിലൂടെ കയറുമ്പോഴല്ലോ ഇതുണ്ട്, ഇവിടെ ഈ വെള്ളമൊക്കെ വെക്കാൻ വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. $3 ഒരു ചെറിയൊരു ഐസ് മൗണ്ടൻ ചെറിയൊരു പാക്കിന്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ സ്റ്റേഡിയത്തിലോട്ട് കയറുവാണെങ്കിൽ ഗൈസ് ഇതാണ് വ്യൂ. ആഹാ, ഇതുണ്ട് അവിടെ. അതാണ് ഓൾട്ടർ കേട്ടോ. ആ നേരെ കാണുന്ന അവിടെയാണ് ഓൾട്ടർ. പിന്നെ നമ്മൾ ഇരിക്കുന്നത് ഏകദേശം ഈ സൈഡിലായിരിക്കും. 1 to 4 ആ ഒരു സെക്ഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് മൊത്തം സ്റ്റേഡിയം ഫുള്ളാവും. നോക്കിയോ,
ഞാനിതാണ്ട് ഇവിടെ നിന്ന് ഒരു ചായ മേടിച്ചു, വൈറ്റ് കോഫി ഉണ്ട്, ഒരു കോക്ക്, പിന്നെ ഒരു സാൻഡ്വിച്ച്. ഇത്രയും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിച്ച് ഞാനിത് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഇവിടെ കൊന്തയുണ്ടായിരുന്നു, അത് റോസറിയൊക്കെ കഴിഞ്ഞ് ഇപ്പം അടുത്ത പരിപാടിയിലോട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോപ്പ് അത് കഴിഞ്ഞിട്ട് വരും. ഇവിടെ എല്ലാവരും ഒക്കെ സെൽഫിയൊക്കെ എടുത്ത് എല്ലാവരും ഇപ്പോൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റേഡിയം ഓൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. ആ കാണുന്ന ഒരു ചെയറില്ലേ, ആ ചെയറിലാണ് പോപ്പ് ഇരിക്കുന്നത് കേട്ടോ. ഈ ചെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ചെയർ ആക്ച്വലി ഉണ്ടാക്കിയത് ഒരു മുത്തയ്യ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരാളാണ്. പുള്ളിക്കാണ് ഇതിൻ്റെ ഒരു ഓർഡർ കിട്ടിയത്, ഒരു പോപ്പിൻ്റെ ഒരു സ്പെഷ്യൽ ചെയർ ഉണ്ടാക്കാനാണ്. ഞാനൊരു ന്യൂസൊക്കെ കണ്ടായിരുന്നു. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. പുള്ളിക്ക് ആദ്യം ഇങ്ങനെ ഒരു കോളൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തോന്നി ഇതെങ്ങനെ ഇത് സത്യമാണോ എന്ന്. അവസാനം അവർ കൺഫേം ചെയ്ത് ഇങ്ങനെ 2 ചെയർ ഉണ്ടാക്കണം. അങ്ങനെയാണ് അതൊരു സ്പെഷ്യൽ ചെയർ ഈ ഒരു മാസിന് വേണ്ടി ഉണ്ടാക്കിയത്. ഈയിടെ നടന്ന AR റഹ്മാൻ്റെ ഷോ ഇതുണ്ട് ഇവിടെയായിരുന്നു കേട്ടോ. ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിത് ഔട്ട്ഡോറുമായിട്ട് വെക്കാം, ഇൻഡോറുമായിട്ട് വെക്കാം. അതായത് ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ ഉണ്ടോ ഇത് മൊത്തം അതങ്ങ് ക്ലോസ് ആകും. മഴ പെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നൈറ്റിലൊക്കെയാണ് ഇവരുണ്ടെങ്കിലും ഇത് ഫുള്ളി നമുക്ക് ഓപ്പൺ ആയിട്ട് വെക്കാം. അതാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റി ഏകദേശം 55,000 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു 1 lakh എങ്കിലും കാണും കേട്ടോ. അത്രയും ക്രൗഡാണ്, ഫുൾ കപ്പാസിറ്റിയാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പോപ്പ് വന്നിട്ടില്ല. ഇപ്പോൾ പോപ്പ് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ ഇതുണ്ട്. അവിടെ ആ ഒരു ഓൾട്ടറിലാണ് പരിപാടി നടക്കുന്നത്. Or your parishes, whether you're in Singapore or all over the world, we are indeed united in love and hope today as we welcome Pope Francis. If you could join us now, we're expecting 50,000 people to participate in this Papal Mass event. By the way, sisters and brothers, we know that many of you have already arrived and are still at the concourse area. We want to invite you that the seeds of faith that's been planted in them will truly flourish. What a wonderful sight. What a wonderful sight. Let's give them a round of applause. We offer the rosary together for the strengthening of unity. Now, we will turn our attention and ഇതുകൊണ്ട് ഇപ്പോൾ ഈ ഓൾട്ടർ സെർവേഴ്സ് എല്ലാവരും കൂടെ അവിടെ പൊസിഷനിലോട്ട് വരാവുന്ന ഏകദേശം 413 ഓൾട്ടർ സെർവേഴ്സാണ് ഈ ഒരു മാസിൽ അറ്റൻഡ് ചെയ്യുന്നത്. ദാറ്റ്സ് എ ക്വൈറ്റ്. ചെറിയൊരു ഡ്രാമ പോലെ സംഭവം നടക്കുന്നുണ്ടോ. അടിപൊളി സംഭവം. How do you think Kevin is doing at his confirmation camp? I texted him like I think we practiced something earlier in the day, didn't we? Yeah. Earlier on, for some of you not here, we actually did the Kanak wave to welcome the Holy Father. Yeah. Do you remember that? Yes, go around the street. Yes. Come on. People in the center, people in the front, you join as well. Yes, come on, yes. Go, very good. Half a cycle, let's go some more. Okay, let's go some more. All right, that looks amazing. It ended up at the end. Well done, everybody. Yeah. Oh, it's coming back. Yeah. Well done.
ancestors, let us acknowledge our sins and so prepare ourselves to celebrate the sacred mystery. Signore, per la Chiesa di Singapore, purifica i giorni, vivaci, in crescita e in dialogo costruttivo con le varie altre confessioni e religioni con cui condivide questa terra meravigliosa. Proprio per questo e di essere amati c'è Dio stesso che con cuore di Padre ci ha The tenderness of Christ to the world and the needs of the world to Christ. We pray to the Lord. நம் நாட்டில் ஒற்றுமையையும் அமைதியையும் வளரச் செய்து நீதியையும் சகோதரத்துவத்தையும் அடிப்படையாக கொண்ட சமூகத்தை உருவாக்க வேண்டும் என்று We pray to the Lord. Be Christ's beacons of love and mercy, compassion and justice and inclusivity. And even though we are a small nation with just over 395,000 Catholics, we thank Almighty God for the gift of you to the Church and to the world. We assure you of our prayers, fidelity, devotion, and obedience. We also take this occasion to thank the many people who have labored in unity and hope. Archbishop Marek Zaleski, the staff of the Nuntiate, and the staff from the Holy See, and for your continuous support of the mission and activities of the Church. I also want to take this opportunity to thank the government of Singapore. സൂപ്പർ. Yellow flame in its life. Around the side of the trunk is engraved the theme of unity and hope. The Lord be with you. Blessed be the name of the Lord. Blessed be the name of the Lord. May Almighty God bless you, the Father, the Son, and the Holy Spirit. Let us go forth and proclaim the gospel of the Lord. ഇതാണ് ഗൈസ് ആ സ്റ്റേഡിയം. എൻ്റെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നുമില്ല, ഒരു 50-55,000 ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പരിപാടി നടത്തിയിരിക്കുന്നത്. അടിപൊളിയല്ലേ. 50,000 പേര് വന്ന ഒരു സ്ഥലമാണ് ഇവിടെ, നാഷണൽ സ്റ്റേഡിയം. എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ. ഇപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഇവിടെ 7 മണിയായി. 7 മണിയായപ്പോൾ